ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ. ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. കുട്ടമ്പുഴ കല്ലേലിമേട് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ കല്ലേലിമേട് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി. കല്ലേലിമേട് പ്രദേശത്തേക്കും കുഞ്ചിപ്പാറ, തലവച്ചപ്പാറ, വാര്യം, തേര, മാണിക്കുഴി എന്നീ ആദിവാസി നഗരങ്ങളിലേക്കുള്ള ഏക യാത്രാമാർഗമായിരുന്ന പാലമായിരുന്നു മഴക്കെടുതിയിൽ തകർന്നത്. MLA ആസ്തി വികസന ഫണ്ട് 31 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് പുതിയ പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. നമ്മൾ നേരത്തെ അവരോട് എത്തി അത്യാവശ്യ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ പട്ടയ നടപടികളുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് നൽകേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇതിനോടകം തന്നെ ആ യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ കല്ലേലിമേട് പ്രദേശത്തേക്ക് മാത്രമല്ല നിരവധി ആദിവാസി നഗരങ്ങളിലേക്കും യാത്രയ്ക്കായുള്ള പ്രധാന ഒരു റോഡിൽ ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാനത്ത് ഉണ്ടായിരുന്ന കലങ്കാട് പാലമാണ് കാലവർഷക്കെടുതിയിൽ പൂർണ്ണമായി തകരുകയും ഞാനിപ്പോഴും നോക്കുന്നു ആ വേളയിലൊക്കെ ഇവിടെ കടന്നു വരുമ്പോൾ വലിയൊരു ഭീകര അന്തരീക്ഷമാണ് ഈ പ്രദേശത്താകെ. അപ്പൊ ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഘട്ടത്തിലാണ് അടിയന്തരമായി ഇതിൽ ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപയാണെങ്കിലും അത് അനുവദിക്കാമെന്നുള്ള ഉറപ്പ് ആ ഘട്ടത്തിൽ ഞാൻ കൊടുക്കുകയുണ്ടായി. ഇവരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് തന്നെ അതിന്റെ മറ്റ് സാങ്കേതിക നടപടികളൊക്കെ തുടർച്ചയിൽ നമ്മൾ പൂർത്തീകരിച്ച് നടപടികളടക്കം പൂർത്തീകരിച്ചതിന് ശേഷമാണ് വളരെ മനോഹരമായി ഈ പാലത്തിന്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതാണ് 31 ലക്ഷം രൂപയാണ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ ഒരു പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. ഇത് കേവലം ഒരു തോടിന് കുറുകെയുള്ള ഒരു പാലം എന്നതിനപ്പുറത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഗോപി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോപി ബദറൻ, ബിനേഷ് നാരായണൻ, ഡെയ്സി ജോയി, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ EK ശിവൻ, കുട്ടമ്പുഴ SCB പ്രസിഡന്റ് KK ശിവൻ, CPIM കുട്ടമ്പുഴ ലോക്കൽ സെക്രട്ടറി KT പൊന്നച്ചൻ, B രതീഷ്, KP മീരാൻ, MR നടരാജൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.